Thank you. ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഇടാണ്. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് തന്നെ പോയിരിക്കുകയായിരുന്നു കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇത്രയും ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൽ വ്യൂസ് കയറുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഇടാത്തത്. പിന്നെ ഷോർട്സ് അത്യാവശ്യം വിട്ട് പോകുന്നുണ്ടായിരുന്നു. ഡെയിലി 1, 2, 3 വീതം എൻ്റെ മൂഡനുസരിച്ച് ഞാൻ വീഡിയോസുകൾ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നോളൂ, ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ പില്ലോ വെച്ചിട്ട് കോർണറിൽ ഇരുത്തി നോക്കുന്നുള്ളത്. കണ്ണൻകുട്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ്, കോർണറിൽ ഇരുത്തി കഴിഞ്ഞാൽ അവൻ നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവൻ്റെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കണം. ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോവുകയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ തന്നെ ഇരുത്തി ഇങ്ങനെ കുറേ നാളുകളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 2 ദിവസം മുന്നേ കുറച്ചെങ്കിലും ബാലൻസ് ചെയ്ത് അവൻ ഇരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അതവിടെ തന്നെ നിന്ന് പോവുകയല്ലേ ഉള്ളൂ. നമുക്ക് മുന്നോട്ടല്ലേ പോകേണ്ടത്, നമുക്ക് പുറകോട്ടല്ലല്ലോ പോകേണ്ടത്. നമുക്കിന് മുന്നോട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളൊക്കെ വെച്ച് മുന്നോട്ട് പോയി കൊണ്ടിരിക്കണം. നമുക്ക് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പിന്നെയും നമ്മൾ ഇരുത്താൻ ട്രൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിന്ന് തുടങ്ങിയ ഒരു കുഞ്ഞിനെ പിന്നെ നമ്മൾ ഒറ്റടി വെപ്പിച്ചല്ലേ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മുന്നിലേക്കുള്ള സ്റ്റെപ്പുകളാണല്ലോ നമ്മൾ എപ്പോഴും വെക്കേണ്ടത്. അപ്പോൾ ചാരി കോർണറിലേക്ക് ഇരിക്കാനാണെങ്കിലും ചാരി സാധാരണ സീറ്റിൽ ചെയറിലൊക്കെ ഇരിക്കാനാണെങ്കിലും ഒക്കെ അവൻ അറിയുന്നതാണ്. പക്ഷേ പിന്നെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് അവനെ തന്നെ ഇരുത്തി നോക്കിയുള്ളത്. അപ്പോൾ ആദ്യം അവൻ ആ കാലിലൊരു പെയിൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ചമണം പടഞ്ഞിരുത്തുമ്പോൾ ആ കാലിലൊരു പെയിൻ വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പെയിൻ അങ്ങനെ ഇല്ല കേട്ടോ. അതൊക്കെ ആളൊക്കെയാണ്, പാട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഇരുത്തുമ്പോൾ ആളൊക്കെയാണ്. അതന്നെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കുറേ നേരമൊന്നും അവനിരിക്കാൻ പറ്റുന്നില്ല, അവൻ്റെ ബലത്തിൽ തന്നെയാണ് അവൻ പിടിച്ച് നിൽക്കുന്നത്. അവനൊന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ആദ്യം അവിടെ വീണ് പോകും. പക്ഷെ അങ്ങനെ നമുക്ക് പതുക്കെയല്ലേ ഓരോ കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പം എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, കണ്ണൻകുട്ടിനെ ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുന്നില്ലേ എന്ന്. സത്യം പറഞ്ഞപ്പോൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ കൊണ്ടുപോയിരുന്നത് തൃശ്ശൂരായിരുന്നു കേട്ടോ. അവിടെ കുറേ നാൾ കൊണ്ടുപോയി. പക്ഷെ നമുക്ക് ഈ ഡെയിലിയുള്ള ഈ യാത്ര നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ അങ്ങനെയാണെങ്കിലും ഞങ്ങൾ വരാം. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അതും അവിടെ ഓക്കെ അല്ല. കാരണം റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവൂ എന്നാണ് നമ്മുടെ അടുത്ത ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ട്. നമുക്കാണെങ്കിലും വയ്യാണ്ടാവണം, അവനാണെങ്കിലും അവൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ താളം തെറ്റുമ്പോൾ അവൻ അതിൻ്റെതായ വയ്യായ്കൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ സത്യം പറഞ്ഞാൽ ഫിസിയോതെറാപ്പി സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികൾക്കാണെങ്കിലും അതുപോലെ പാരൻസിനാണെങ്കിലും ഒക്കെ സപ്പോർട്ട് കിട്ടേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ അത്രയും ഡൗൺ ആയിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ തെറാപ്പി ചെയ്യാനൊക്കെ തെറാപ്പി സെൻറ്ററിലേക്ക് എത്തുന്നത്. നമുക്ക് മാനസികമായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും നമ്മൾ ഓരോ തെറാപ്പി സെൻറ്ററുകളെയും ആശ്രയിക്കുന്നത്. പക്ഷേ ഞാൻ കടനയും കൊണ്ട് ഫസ്റ്റ് ടൈം നമ്മുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 2 മാസത്തിനുള്ളിലൊക്കെ തന്നെ ഞാനിവിടെ അടുത്തുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് പോവുകയുണ്ടായിരുന്നു. അവിടേക്ക് എനിക്ക് ആദ്യമൊക്കെ നല്ല അനുഭവങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് ഉണ്ടായുള്ള അനുഭവങ്ങൾ എനിക്ക് അത്രയും മോശമായുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവിടെ സഹകരിക്കാറുണ്ട്. എന്ത് പ്രോഗ്രാമുകൾ പറഞ്ഞാലും ഞാൻ അവിടെ പോവാറുണ്ട്. ലാസ്റ്റ് നമുക്ക് ചെറിയൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരത് വളരെ ഒരു മോശമായ പെരുമാറ്റമാണ് അവിടുത്തെ ഒരു തെറാപ്പിസ്റ്റ് നമ്മളൊക്കെ എടുത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊന്നും ആലോചിക്കാൻ പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അങ്ങനെ 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തെറാപ്പിയൊക്കെ ചെയ്തിട്ടാണ് 7 വർഷത്തിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്തത്. പിന്നീട് ഞാൻ കൊണ്ടുപോയത് മുഴുവൻ പ്രൈവറ്റ് ആയിട്ടായിരുന്നു. കാരണം നമ്മൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നീട് എല്ലായിടേക്കും കൊണ്ടുപോയുള്ളത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു. പ്രൈവറ്റായിട്ട് നമ്മളിപ്പോൾ പൈസ കൂടുതൽ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായുള്ളൊരു തൃപ്തിയുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് സ്ഥാപനമല്ല, അത്രയും നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥാപനമായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരാൾ മതിയല്ലോ ആ സ്ഥാപനത്തിൻ്റെ തന്നെ പേര് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലാതെ ഞാൻ അവിടെ നിർത്തിയത്. 7 വർഷം കണ്ടിന്യൂസ് ഞാൻ കൊണ്ടുപോയതായിരുന്നു. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ അവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരുമ്പോൾ അവരുടെ പെരുമാറ്റം തന്നെ നമുക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കേട്ടോ ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ പോയിരുന്ന തെറാപ്പി സെൻറ്ററുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല തെറാപ്പി സെൻറ്ററുകളൊക്കെ ആയിരുന്നു. പക്ഷേ തെറാപ്പി സെൻറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ട്രോമ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു സംഭവമാണ്. തെറാപ്പി സെൻറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുക. എൻ്റെ മൈൻഡിൽ വരുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയതും മറ്റു പലയിടത്ത് പോയതും ഒക്കെ വെച്ചിട്ട്
നമുക്ക് ഏകദേശം അറിയാം കണ്ണനെ എങ്ങനെയാണ് തെറാപ്പി ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം അത്രയും വർഷങ്ങൾ നമ്മൾ പോയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. എന്നാലും നമ്മൾ കഴിഞ്ഞ വർഷം വരെയൊക്കെ നമ്മൾ കണ്ണനെ തൃശ്ശൂർ തെറാപ്പിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളത് പിന്നെ നിർത്തിയത്. ഇത്രയും ദൂരെയാണല്ലോ ഇവിടെ നിന്ന്. ഇപ്പോൾ തൃശ്ശൂർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 35 കിലോമീറ്റർ വൺ സൈഡ് തന്നെ വരും. അപ്പോൾ 2 സൈഡ് തന്നെ ആകുമ്പോൾ കിലോമീറ്റർ നല്ലപോലെ നമുക്ക് യാത്രാക്ഷീണം കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ചിലർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, കണ്ണനെ എന്നും ഇങ്ങനെ ഇരുത്തി അവന് ബോഡി പെയിൻ കൊടുക്കല്ലേ എന്നൊക്കെ. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയ ഒരു അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ പരിശ്രമത്തിൻ്റെ ഫലമല്ല കണ്ണൻ ഇപ്പം ഇങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നത് വളരെ കുറവാണെങ്കിലും അതിനും കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പറയും കുട്ടീനെ കാണിച്ചിട്ട് കുട്ടിയുടെ കുറവുകളെ കാണിച്ചിട്ട് എന്നൊക്കെയുള്ള കമൻസുകളൊക്കെ കാണാം. അപ്പോൾ അത് കാരണം ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും അവൻ്റെ കുഞ്ഞ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്നെപ്പോലെ തന്നെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊന്നും നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടോ നമ്മൾ അറിയുന്ന പോലും ആളുകളല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എനിക്കത് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞിതായിട്ടെങ്കിലും അവനൊന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഇപ്പം അടുത്തൊന്നും ചെറിയൊരു ചേഞ്ച് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. പക്ഷേ അവനെ കൊണ്ട് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും അത് ഇന്നല്ല കേട്ടോ, എന്നും അവൻ അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിലേ മുതൽക്ക് അവൻ ട്രൈ ചെയ്യും, ഒരുപാട് അവൻ ട്രൈ ചെയ്യും. ഒരുപക്ഷെ അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റുന്നത്. ചില കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തെറാപ്പിക്ക് അങ്ങോട്ട് കയറുമ്പോഴേക്കും കരച്ചിൽ തുടങ്ങി, അല്ലെങ്കിൽ നമ്മളാണെങ്കിലും തെറാപ്പി ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്കും ഭയങ്കര കരച്ചിൽ തുടങ്ങി. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് കണ്ണൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്. അവന് സ്വയം ചെയ്യണം, സ്വയം കാര്യങ്ങൾക്ക് അവൻ പ്രാപ്തനാവണം എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്. ആ ആഗ്രഹം കൊണ്ടാണ് അവനൊരു കുറച്ചെങ്കിലും അവന് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മളുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചില കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് കണ്ണന്. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല കേട്ടോ. കാരണം ഓരോ സമയങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും അത് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനിപ്പോൾ ആരും കാരണമാവണം അങ്ങനെയുള്ളതൊന്നും ഇല്ല. അതൊരോ സമയങ്ങളാണ്. പണ്ട് ചിലവരൊക്കെ ശിവൻ ചെറുതായിരുന്ന സമയത്തൊക്കെ മോൻ ചെറുതായിരുന്ന സമയത്തൊക്കെ ചിലർ പറയാറുണ്ടായിരുന്നു, അതൊരു സമയം ആവുമ്പോൾ അവൻ അങ്ങനെ ഇരുന്നോളും, ഒരു 10 വയസ്സൊക്കെ കഴിയുമ്പോൾ അവൻ ചെറുതായിട്ടെങ്കിലും ബാലൻസ് ചെയ്തോളും. അതിപ്പോൾ അവരുടെ ബോഡിയൊക്കെ വലുതാവുന്നതനുസരിച്ചും പിന്നെയെന്ന് പറഞ്ഞാൽ മെൻ്റൽ ഇമ്പ്രൂവ്മെൻറ്റ് കൂടുന്നതനുസരിച്ചിട്ടൊക്കെ അവൻ തന്നെ അവൻ്റെ മനസ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് കുറച്ചെങ്കിലും ശരീരത്തിന് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ മെൻ്റലി അവൻ ഇമ്പ്രൂവ്ഡ് ആണെന്നുള്ളതാണ് കുറച്ചും കൂടെ നമുക്ക് അവനെ ഫിസിക്കലി ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും എൻ്റെ കഴിവും അല്ലെങ്കിൽ അതൊന്നുമല്ല അതിൻ്റെ കാരണങ്ങൾ. ഓരോ സമയങ്ങളിലും വരേണ്ട കാര്യങ്ങളും നഷ്ടപ്പെടേണ്ട കാര്യങ്ങളും സംഭവിക്കേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മളതിന് പരിശ്രമിക്കാതെ നമുക്ക് ഒന്നും നേടിയെടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ പരിശ്രമിക്കുക, അതിൻ്റെ ഫലമൊക്കെ ഇങ്ങനെ ഓരോ സമയങ്ങളിലായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. പിന്നെ തെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ക്ഷീണമാണ് ഉണ്ടാവാല്ലേ നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ കണ്ണൻകുട്ടി ഇവിടെ ഭയങ്കര കളിയിലും ഡാൻസിലും പാട്ടിലും ഒക്കെയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നത് തന്നെ. അപ്പോൾ ആളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെ കാണുന്നത് നിങ്ങളും ഒരുപാട് ഹാപ്പി ആയിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.